ഹായ് അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാഹ് ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ? അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ? അപ്പോൾ കാണുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയണ്ട കേട്ടോ. അതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പോൾ മിഞ്ഞാന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിനി ഇബ്രാഹിം പൊന്മല എന്നുള്ളത് താത്തയാണോ കാക്കയാണോ അറിയില്ല എന്നുള്ളത്. അപ്പോൾ അത് താത്തയാണ് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ റുമീന എന്ന് പറഞ്ഞൊരു ആൾ കമൻറ്റ് ഇട്ടിനി ഇബ്രാഹിം പൊന്മല എന്ന് പറഞ്ഞാൽ ആണാണെന്ന് അറിയില്ലേ. അത് അറിയാം, പക്ഷേങ്കിലേ നമുക്ക് എന്താണെന്നറിയാം, നമ്മളെ കുട്ടികളെ പേരും നമ്മളെ പുതിയാപ്പിളെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ പേരിടാം, നമ്മളെ പേരിടാതെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളെ ആ ഇബ്രാഹിം പൊന്മല എന്ന് പറഞ്ഞത് താത്തയാണ്. ആ താത്ത ഇന്നലെ എനിക്ക് കമൻറ്റ് ഇട്ടീനി കേട്ടോ. ആ താത്താൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 കൊല്ലമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ആ താത്താൻ്റെ പേര് പറയാൻ പറഞ്ഞു കേട്ടോ. റസിയ താത്തയാണ് കേട്ടോ. അത് ഇനിയൊരു അനിയത്തിയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ താത്താനെ ഞാൻ താത്തയായിട്ട് തന്നെ കാണണം കേട്ടോ. ഞാൻ 4 കൊല്ലമായി യൂട്യൂബിൽ വീഡിയോ തുടങ്ങിയിട്ട് വെച്ചെങ്കിൽ എനിക്ക് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ കണ്ണൂർ ഫുഡീസ് അത് പറഞ്ഞു കേട്ടോ, ഫ്രണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ടാകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വർത്താനം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, വീഡിയോ ഇഷ്ടമാണ് പറഞ്ഞവരുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, അവരൊക്കെ കമൻറ്റും ചെയ്യലുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റസിയതാത്ത പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടായി കേട്ടോ. അത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് വായിച്ചവർക്കാരം കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആ ഒരു കമൻറ്റ് കണ്ടപ്പം. ഒന്നൊന്നല്ല 3 കമൻറ്റ് ഇട്ടിക്കണേ. ആ കമൻറ്റൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. ഒരുപാട് സന്തോഷം. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു കമൻറ്റ് കിട്ടായിട്ടേക്കാരം എനിക്ക് അത്ര സന്തോഷം കേട്ടോ. കാരണം അഞ്ചത്തിയാണെന്നും പിന്നെ എൻ്റെ വീഡിയോ വ്ളോഗ് മാത്രമേ കാണലുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടു. പിന്നെ അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോ തുടർന്ന് എല്ലാവരും കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നമ്മൾ ആരും നിർബന്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റ് കിട്ടിയാണ്. ആ ഒരു കമൻറ്റ് വന്നത് നിങ്ങളൊക്കെ അറിയിച്ചണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണുകയല്ലേ, അപ്പോൾ കാണാൻ റെഡിയല്ലേ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അത് പറയാതെക്കാൻ പറ്റൂലല്ലോ. ഇച്ചിരി സന്തോഷം ഉണ്ടായാൽ അത് നിങ്ങളെയും കൂടി അറിയിച്ചണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇത് വന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളെ റുമീന നിങ്ങൾ അത് താത്തയാണോ അഞ്ചത്തിയാണോ എന്നൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതും അല്ല കേട്ടോ. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആണാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചോണ്ട്, അതാണ് ഞാൻ ആദ്യം തന്നെ അങ്ങനെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ നമുക്ക് നമ്മളെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ പേര് എങ്ങനെയും കൊടുക്കുക, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിന് ഇങ്ങോട്ട് ദേഷ്യമൊന്നും തോന്നരുതേ. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടി ചപ്പാത്തിയാണ് കേട്ടോ. മറക്കുകയാണ് ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ, എങ്ങനെയാണ് മറക്കണം കേട്ടോ. ചപ്പാത്തിയൊക്കെ നല്ലോണം ഉസ്സാറായിട്ട് കുഴച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിനല്ലോ, ഇന്നാണ് കേട്ടോ ഞാൻ പിന്നെ വെള്ളം മുക്കിക്കണത്. ചായ തിളച്ചപ്പോൾ ഞാൻ ചാപ്പണി പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാൻ കേട്ടോ. ചപ്പാത്തി നല്ലോണം കുഴച്ചിങ്ങോട്ട് എടുത്താൽ മതി. നല്ലോണം നല്ല ഉസാറില്ല കുഴഞ്ഞ ചപ്പാത്തി കിട്ടും കേട്ടോ. ഇന്നാൾ ഞാൻ ചപ്പാത്തി ചുട്ടപ്പം വെള്ളം ഏറിയിട്ട് പിന്നെ പൊടി ഇട്ട് ഇങ്ങോട്ട് ടൈറ്റാക്കി എടുത്തിക്കാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചപ്പാത്തി ഒരു വെറുങ്ങലിച്ച് കൊണ്ടേക്കാരം. നമ്മൾ വെള്ളം പാർന്ന് പാകത്തിന് വെള്ളം പാർന്ന് അങ്ങനെ കുഴച്ചെടുത്താൽ നമ്മളെ ചപ്പാത്തി ഒരു കേടുണ്ടല്ലോ. ഒരു കമ്മട്ടം പാർന്നുകാണ്ട് നന്നായിക്കാണ് പാർന്നുണ്ടല്ലോ, വെള്ളം ഏറി കഴിഞ്ഞാൽ കുടുങ്ങിയത് തന്നെയാണ് മക്കളെ. അപ്പോൾ ഞാനിതാക്കളെ ഇന്ന് ആ ഒരു തെറ്റ് പറ്റരുതേന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് കുറച്ചീച്ച വെള്ളം പറഞ്ഞുകൊണ്ട് കുഴച്ചെടുത്തോണ്ട് തന്നെ നമ്മളെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരത്താനും പറ്റിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ പലകമ്മ അങ്ങനെ ഒട്ടിപ്പിടിച്ചും. അപ്പം അങ്ങോട്ടുണ്ടല്ലോ പിരാന്ത് വരും നമുക്ക്. ആ ചപ്പാത്തി നേരമില്ലാത്ത നേരത്തെ നമ്മൾ പരത്തുമ്പോൾ ഇതിമലാണ്ട് ഒട്ടിപ്പിടിച്ചുമ്പോണ്ടല്ലോ ചപ്പാത്തി പലകമ്മ ഒട്ടിപ്പിടിച്ചുമ്പോണ്ടല്ലോ
എവിടെ നിന്നൊക്കെയാണ് അത് നിങ്ങൾ പറയുന്നിട്ടില്ലേ മൂർത്താത്ത മൂടി നീച്ചിക്കാൻ അതേ മരിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണ ചട്ടിയൊക്കെ ഞാൻ നല്ല ചൂടായിട്ട് ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി എന്താണെന്ന് അറിയാം, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചപ്പാത്തി പൊള്ളക്കൂല, വീഡിയോ എടുക്കാത്ത നേരത്ത് നല്ലോണം പൊള്ളച്ചും കെട്ട് വരും കേട്ടോ നമ്മളെ ചപ്പാത്തി. അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാളിപ്പം ആരെ ഇപ്പോൾ പറഞ്ഞപ്പം ആ വീഡിയോ ആ ചാനലിൻ്റെ പേര് ഞാൻ മറന്നിട്ടാണ്, ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഓൾ ഇതേ മാതിരി ഒരു ദിവസം പറഞ്ഞു കേട്ടോ, ഓളെ ചപ്പാത്തി ചട്ടിയിലിടുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പൊള്ളക്കൂല, അതേ മാതിരി വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി പൊള്ളക്കുന്നത്. അതേ മാതിരി അപ്പോൾ നമ്മളത് കൂട്ടാം. അങ്ങനെ ഏതായാലും ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ ചോറ്റിനില്ല തണിയും തീമട്ടിക്കണം കേട്ടോ. തണിയും തീമട്ടുകാണ്ട് ഞാൻ വേഗം തട്ടി മക്കളൊക്കെ ചായയൊക്കെ കൊടുത്ത് മദ്രസക്ക് പറഞ്ഞയച്ചിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മിറ്റടിച്ച് വരാൻ ഇറങ്ങണത്. മിറ്റടിച്ച് വരികാണ്ട് ഇതാക്കണേ ചമ്മല കൂട്ടിക്കണം കേട്ടോ. മാങ്ങ മൂച്ചിമന്ന് വീണ് ചമ്മലയാണ് ഇത് മുഴുവനും. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും ഒന്നുമില്ല കേട്ടോ. ഇനി അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ട് എന്നൊന്ന് പറഞ്ഞ് കണ്ട് വരണ്ടേ. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരൊറ്റ കവറില്ല. ഞാൻ കവറുകളൊക്കെ പുറുക്കി കണ്ട് ചാക്കിലിട്ടക്കലാണ്. നമുക്ക് ഹരിതസേന കർമ്മ നമ്മളെ സാധനങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വരുമല്ലോ. പിന്നെ നമ്മളെന്തിനാ വെറുതെ കത്തിച്ച് കണ്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമുക്കിപ്പോൾ ഒരു നല്ലൊരു ഉപകാരമാണ് കേട്ടോ. 50 ഉറുപ്പ്യ കൊടുത്താലും വേണ്ടില്ല നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കത്തിച്ചാതെ ആ ചാക്കിലിട്ടാൽ മതി, ഒരു കൊണ്ടുപോയിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ചമ്മലൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ നമ്മളെ സാധനം ഉണ്ടല്ലോ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഈ കുജ്ജ് ചമ്മലിട്ട് കത്തിച്ചാനും വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. ചായ കുടിച്ചാൽ വേണ്ടി ഇതാക്കണേ ചപ്പാത്തി 3 എണ്ണം എടുത്തുക്കണം കേട്ടോ. മീൻചാറല്ലേ, മീൻചാറും കൂടി ചപ്പാത്തി നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ പിച്ചിടുകയാണ് കേട്ടോ. നമ്മളെ ചപ്പാത്തിയൊക്കെ പിച്ചിട്ട് കാണ്ട് ചാറ് പാരണം, അപ്പളച്ച് തിരുപ്പതിയാവുള്ളൂ കേട്ടോ. അത് ഇനി ഇഡ്ഡലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പാണെങ്കിൽ ഞാൻ പിച്ചിടൂല കേട്ടോ. പിന്നെ ചായ ചൂടാറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിക്കണേ. അപ്പോൾ ഇനി ചൂട് നേരം വെളുക്കുമ്പോൾ നമ്മൾ കാച്ചണതല്ലേ, ചൂടില്ലാത്ത ചായ കുടിച്ചുമ്പോണ്ടല്ലോ പങ്ങിൻ്റെ കുടിച്ചണ മാതിരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചായ ചൂടാക്കണം. രാവിലത്തെ ചായ കുറച്ച് ചൂടുള്ള ചായ കുടിച്ചുമ്പോഴേ നമുക്ക് റാഹത്താവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ നല്ലോണം മീൻചാറ് പാർന്നിക്കണം കേട്ടോ. ചപ്പാത്തിയിലൊക്കെ ഉണ്ടല്ലോ മീൻചാറൊക്കെ നല്ലോണം പാർന്ന് തിന്നുമ്പോഴാണ് രസം കേട്ടോ. പിന്നെ നമ്മളെ ചപ്പാത്തി നല്ലോണം വാട്ടി കുഴച്ചാലുണ്ടല്ലോ നല്ല സാറായിട്ടില്ല ചപ്പാത്തി കിട്ടുക. ചിലപ്പോൾ കാണാം ചപ്പാത്തി ഇങ്ങോട്ട് വെറുങ്ങലിച്ച് പോകുന്നുണ്ട്, അപ്പോൾ ചാറ് പാർന്നാലും രസം ഉണ്ടാവില്ല. അങ്ങനെ വെറുങ്ങലിച്ചിക്കണ ചപ്പാത്തി കണ്ടിച്ചെങ്കിൽ കുറച്ച് ചായ കുടിച്ചതിൻ്റെ 1 മണിക്കൂർ മുന്നേ ചാറൊക്കെ പാർന്ന് മുതിർത്തിട്ടാൽ വേഗം നമുക്ക് ഇതേമാതിരി കുഴച്ച് തിന്നാം. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ കിട്ടിക്കണേ. അപ്പോൾ സാധനം ഇതാക്കണം മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഓന് ചപ്പാത്തിയും മീൻചാറും കൂട്ടി ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞു ഉമ്മച്ചി സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് മീൻചാറും 2 ചപ്പാത്തിയും തരുമോ വെച്ച്. അങ്ങനെ ഓന് മീൻചാറും ചപ്പാത്തിയും പാത്രത്തിലാക്കിയിട്ട് മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചു കേട്ടോ. മദ്രസക്കല്ല സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ കുറച്ച് ഒട്ടാലുണ്ടായിന് കേട്ടോ. ആ ഒട്ടാൽ വെയിലത്തിട്ട് ഉണക്കുകയാണ് കേട്ടോ. നമ്മൾ പണ്ട് അറിയില്ലേ ഉണ്ടായിട്ട് പാണം പോത്ത് മൂട്ടിയിട്ടില്ലെന്നോ, പോത്ത് കൂട്ടിയിട്ടില്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും കിട്ടണില്ല പറയാൻ. എന്താ പറഞ്ഞ മാതിരി നമുക്ക് ഈ റബ്ബറും ഇല്ലേനി ഒട്ടാലൊന്നും ഇല്ലേനി. ഇപ്പോൾ കുറച്ച് ഒരു 10-38 മരം ഉണ്ട് കേട്ടോ. അതിപ്പോൾ വെട്ടൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ അത് ഷീറ്റാക്കലൊന്നുമില്ല, അങ്ങനെ ചെറിയ മരമാണ്. അപ്പോൾ ഒട്ടാലാക്കി എടുക്കലാണ്. അപ്പോൾ അത് നമുക്കറിയില്ല ഇതുവരെയായിട്ടും ഞാൻ ഒട്ടാൽ എന്താ എങ്ങനെ ആക്കാന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് വെയിലത്തിട്ട് കാണ്ട് പോന്നിക്കണം. അത് കഴിഞ്ഞ് ചോറ്റിനുള്ള വെള്ളമൊക്കെ തിളച്ചീനി അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ക്യാബേജ് വാങ്ങിനി കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്യാബേജ് 2 കഷ്ണമാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കേക്ക് എടുത്ത് വന്നിക്കണേ. കേക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിയൽ. അപ്പം ഒറ്റയ്ക്ക് വെച്ചാൽ അത് ബാക്കിയാവും. പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ ഉച്ചയ്ക്ക്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിനും ഉച്ചക്കും ഇതന്നെ മതി. ഒരു മുറി നമുക്ക് നാളെ വെക്കുക ഒക്കെ ചേച്ചാട്ടോ. അപ്പോൾ കുറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പേരി ഏതാണെന്ന് ചോദിച്ചാൽ പയറും അതേ പറഞ്ഞ മാതിരി ഈ ക്യാബേജുമാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ പയറും ക്യാബേജും. പയറ് പിന്നെ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട, നമ്മളിപ്പോൾ നമ്മളെ ഇവിടെ കുഴിച്ചിട്ടുണ്ടാക്കിക്കണല്ലോ. അപ്പോൾ ഞാനുണ്ടല്ലോ തേങ്ങ അയക്കന്നെ ചിരണ്ടി ഇട്ടിക്കാണ് കേട്ടോ. പച്ചമുളകും ഒക്കെ വേറെ എടുക്കുകയോ ചതക്കുകയോ ഒന്നുമില്ല. അയക്കന്നെ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കൂല കേട്ടോ, കുഴച്ചെടുക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കണ്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാബേജ് വെള്ളം പീച്ചിക്കൊണ്ട് നോക്കും. അപ്പോൾ ഞാൻ
ഉപ്പിട്ടുകൊണ്ട് വെച്ചിട്ടുള്ളൂ. ഇനി ചട്ടി കണ്ട് അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ചോറൊന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ വെന്തിക്കണോ എന്നുള്ളത്. അപ്പം ചോറ് ഇതാക്കണേ വെന്തിക്കണം കേട്ടോ. അതിനെ ഞാൻ ചോറ് ഇപ്പോൾ വാർക്കാൻ പഠിച്ചോണ്ടേ ഇപ്പം ഇങ്ങനെ വാർക്കൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചോറ് ഊറ്റാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ കള്ളത്തി വയ്ക്കണം കേട്ടോ ചോറ് ഊറ്റാൻ. ഇപ്പോൾ ഇത് പഠിച്ചോണ്ടേ ഇപ്പം നല്ല സുഖമാണ്. കഞ്ഞിൻ്റെ വെള്ളം ഊറ്റുക, ഒരൊറ്റ ചെരിച്ചൽ, അതോടുകൂടി നമ്മളെ ചോറ് ഊറ്റി കഴിഞ്ഞിട്ടോ. നല്ല എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര മടിച്ചേക്കണം ചോറ് ഊറ്റാൻ കേട്ടോ. അങ്ങനെ ഏതായാലും ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കടുകും കരിയേപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ക്യാബേജ് വെക്കാൻ. അപ്പോൾ അതിച്ച് കത്തുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഗ്യാസുമൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ഞാനിതാക്കണം ക്യാബേജ് ആ ചട്ടിക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ആ പാത്രത്തിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്, അതൊക്കെ കജ്ജോണ്ടൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, നമുക്ക് അതൊന്ന് ആവിക്കിട്ടുകാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാക്കണേ മൂടി വെച്ച് കൊടുക്കാം. ഇനി അതവിടെ കടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ ഞാൻ വേറെ എന്തോ ഒരു പണിയെടുക്കാൻ പോയതിൻ്റെ ഇടയിൽ കുറച്ചും കട്ടടി ഒന്ന് പിടിച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്നുകൂടി മൂടി വെച്ചിക്കാണ്ട് വേവിച്ചെടുത്തുക്കണം കേട്ടോ. അതോടുകൂടി നമ്മളെ ക്യാബേജും സെറ്റ് ആക്കണം കേട്ടോ. ക്യാബേജിൽ വെള്ളം പാരേണ്ട ഒന്നും ഒരു ആവശ്യമില്ല, പയറിലൊന്നും പാരണ്ട കേട്ടോ. അങ്ങനെ ആവിക്ക് വേവിച്ചാൽ തന്നെ നമ്മൾ ഉപ്പേരി നല്ല രസമാണ് കേട്ടോ. നമ്മളെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരികൾ പെട്ടാണ് പയറും അതേ പറഞ്ഞമാതിരി ക്യാബേജും. ഞാൻ നേരത്തെ പറഞ്ഞോ വെച്ചറിയില്ല, മറന്നത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അങ്ങനെ നമ്മളെ ഉപ്പേരി വന്നിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എത്തപ്പം ഒന്ന് ചാറൊന്നും ഇല്ലേ, ഇതാക്കണ ചാറേ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് മോരും ചാറ് ബാക്കിയാണ്, അതന്നെ ഉണ്ട് കേട്ടോ. ഇനി ഉച്ചക്കും വൈകുന്നേരത്തിനും പിന്നെ കുറച്ച് മീൻ ചാറും ഉണ്ടല്ലോ. അപ്പോൾ അതാക്കണേ ഞാൻ മീനൊക്കെ ചട്ടിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊരിച്ചാൻ. ഇന്നലെ തളമീനും മത്തി നന്നാക്കി എടുത്തിന്. അതിൽ തളമീൻ മാത്രമേ പൊരിച്ചിട്ടുള്ളൂ, മത്തി ഉണ്ട്. ഇനി വൈകുന്നേരത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു തളമീനൊക്കെ നന്നാക്കി പൊരിച്ച ഇന്നിപ്പം ഇതിമേൽ ഉച്ചക്കൽ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ പൊരിച്ചാൽ തള നന്നാക്കി കണ്ട് കേട്ടോ. പിന്നെ തിരുമ്പാലതൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തുകൊണ്ട് എന്താട്ടും ഒരു മണിക്കൂർ നേരമൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ടേ തിരുമ്പുള്ളൂ. അപ്പോൾ നല്ലോണം പൊളുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് മീൻചാറാക്കണേ രാവിലത്തെ. പിന്നെ മീനും പൊരിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ